നിർണായകമായ ആ തീരുമാനം ജസീന ഇപ്പോൾ എടുത്തു കാണും. നിങ്ങളെപ്പോലെ ഞാനും ആകാംക്ഷാകുലനാണ് ജസീനയുടെ തീരുമാനത്തെക്കുറിച്ച്. ഇനി നിമിഷങ്ങൾ മാത്രം. Thumbs up. Jazina, welcome to the show. Fortune favors the brave എന്നാണ് ചൊല്ല്. ഭാഗ്യം എപ്പോഴും ധീരരുടെ കൂടെയാണ്. ജസീന ധീരമായി മത്സരത്തിൽ തുടരാൻ തീരുമാനിച്ചു. പിടിച്ചു കെട്ടാൻ തന്നെയാണ് പുറപ്പാട്. ജസീന ആ ബൗളിൽ നിന്ന് ഒരു വിഷയം ജസീനയ്ക്ക് തിരഞ്ഞെടുക്കും. ജസീന വിചാരിക്കാൻ പോകുന്ന ആ വ്യക്തിയുടെ പേര് നമ്മുടെ നോബൽ ഗൈഡ് അപ്രൂവ് ചെയ്യുകയും IT ഗേൾ ജസീനയെ പിന്തുണയ്ക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ നമ്മൾ ആരംഭിക്കും വൈജ്ഞാനികമായ അക്ഷരവീഥികളിലൂടെ കേരളത്തിന്റെ ഹൃദയത്തിലൂടെ നടത്തുന്ന ഈ വിപരീത സമസ്യയുടെ പടയോട്ടം. വിശ്വസംസ്കാര വേദിയിലെ ഈ പുതിയ അശ്വമേധയാഗത്തിന്റെ രണ്ടാം ഭാഗം യജ്ഞം. ജസീന വിചാരിച്ച വ്യക്തിയുടെ പേര് ജസീനയെ ഈ മത്സരത്തിലെ യാത്രയിൽ സഹായിക്കുന്ന നോബൽ ഗൈഡായ ശ്രീമതി ഭാഗ്യലക്ഷ്മി അത് അംഗീകരിക്കുന്നു. ആ വ്യക്തിയെ കുറിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ യെസ് ഓർ നോ പറയാൻ ജസീനയ്ക്ക് ബുദ്ധിമുട്ട് വന്നാൽ 5 തവണ ജസീനയെ സഹായിക്കാൻ IT ഗേൾ യു ആർ റെഡി? യെസ്. യാഗം വിജയകരമായി പൂർത്തിയാക്കി മത്സരത്തിൽ തുടരാൻ ധീരമായി തീരുമാനിച്ച ജസീന, കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ടേക്ക് യുവർ സീറ്റ്. സോ ജസീന, ഓൾ ദി ബെസ്റ്റ്. എനിക്ക് 18 ചോദ്യങ്ങൾ ചോദിക്കാനേ അനുവാദമുള്ളൂ. നമുക്ക് ആരംഭിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഹിയർ ഈസ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ജസീന വിചാരിച്ച ആ വ്യക്തി പുരുഷനാണോ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ മരണം? അതെ. ഇന്ത്യൻ? അതെ. സൗത്ത് ഇന്ത്യൻ? അതെ. മലയാളി? നോ. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? ഇതിലൊന്നാണ്. 7 ചോദ്യങ്ങൾ പിന്നിട്ടിട്ട് ഇതുവരെ ജസീനയ്ക്ക് ലൈഫ് ലൈൻ തേടേണ്ടി വന്നിട്ടില്ല. വെരി ഗുഡ്. രാഷ്ട്രീയമാണോ പ്രധാന മേഖല? അതെ. രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ പ്രധാന മേഖല. ജസീന ഇപ്പോൾ LLM പഠിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. ജസീനയുടെ ബയോഡേറ്റയിൽ സന്നദ്ധ സംഘടനാ പ്രവർത്തനമുണ്ട് എന്ന് എഴുതി കണ്ടു. എന്താണ് ജസീനയുടെ സന്നദ്ധ സംഘടനാ പ്രവർത്തനം? ഞാൻ വഞ്ചൂർ പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തക കൂടിയാണ്. അതെ. ശരി. എന്റെ മനസ്സിൽ ഇപ്പോഴും ആളിനെ കുറിച്ചൊരു ധാരണയില്ല. നോക്കാം. അദ്ദേഹം രാഷ്ട്രീയം തന്നെയാണോ പ്രധാന മേഖല? പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി? 1950 ശേഷം മരണം? അല്ല, അതിനു മുൻപാണ് മരിച്ചത്. ഗുഡ്. 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. തമിഴ്നാട്? അതെ. 1900 ശേഷം മരണം? അതെ. 1950 മുൻപെയാണ് മരിച്ചത്. ഡെത്ത് ബിഫോർ 1950 എന്നാൽ ആഫ്റ്റർ 1900 എന്ന് പറയുകയും ചെയ്തു. അല്ലേ? അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അതെ. ചോദ്യം 14. സ്വതന്ത്ര ഭാരതത്തിൽ അദ്ദേഹം ഏതെങ്കിലും അധികാര പദവി അലങ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. 15. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ഇന്ത്യൻ നാഷണൽ ആർമിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അദ്ദേഹത്തിന്? സുഭാഷ് ചന്ദ്രബോസിന്റെ സംഘടനയായ INA-യുമായി എന്തെങ്കിലും ബന്ധം? ഇല്ല. 16-ാമത്തെ ചോദ്യം. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ടോ എപ്പോഴും?
16 ചോദ്യങ്ങൾ പൂർത്തിയായി. ഇനി എനിക്കും ജസീറയ്ക്കും 25,000 രൂപയ്ക്കും ഇടയിൽ 2 ചോദ്യങ്ങൾ മാത്രം. ഇതുവരെ ജസീറ ഒരു ലൈഫ് ലൈൻ പോലും സ്വീകരിച്ചിട്ടും ഇല്ല. 17ാമത്തെ ചോദ്യം. രാഷ്ട്രീയത്തിൽ മാത്രമാണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രശസ്തി? അല്ല. 18ാമത്തെ ചോദ്യമാണ് ഞാൻ ചോദിക്കേണ്ടത്. അദ്ദേഹം അധികാരസ്ഥാനം അലങ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, മന്ത്രിപദവിയൊന്നും അലങ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് മുമ്പേ അലങ്കരിച്ചത്. 18ാമത്തെ ചോദ്യം. വ്യവസായം, വ്യാപാരം എന്നീ മേഖലകളിലൊന്നുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു? ഇല്ല. ഇല്ല. അല്ല. ജസീന വിചാരിച്ച വ്യക്തിയുടെ പേര്? പറയും. ഞാൻ പറയാം. തീർച്ചയായും പറഞ്ഞു. VS ശ്രീനിവാസ ശാസ്ത്രി. VS ശ്രീനിവാസ ശാസ്ത്രി തഞ്ചാവൂർ ജില്ലയിലെ കുംഭകോണത്തിനടുത്തുള്ള വളങ്കൈമൻ ഗ്രാമത്തിൽ ജനിച്ചു. അധ്യാപകനായി പ്രവർത്തിച്ചു. 1905 രാഷ്ട്രീയത്തിലിറങ്ങി. 1908 മുതൽ 1922 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായിരുന്നു. ഇന്ത്യ വിഭജനത്തെ അതിശക്തമായി എതിർത്തു. 50,000 രൂപയ്ക്ക് വേണ്ടിയുള്ള 2ാം റൗണ്ടിലേക്ക്, യജ്ഞത്തിന്റെ 2ാം റൗണ്ടിലേക്ക് ജസീന എത്തി. ഇക്കുറി ജസീനയ്ക്കും എനിക്കും ഇടയിലുള്ള അകലം 18 അല്ല 19 ചോദ്യങ്ങളാണ്. ജസീന ഒരു സംഭവമാണ് വിചാരിച്ചത്. പ്രപഞ്ചോൽപത്തി മുതൽ ഇന്ന്, ഈ ദിവസം, ഈ നിമിഷം വരെ ഈ ലോകത്തിന്റെ ഏതോ കോണിൽ എവിടെയോ നടന്നിട്ടുള്ള ഒരു സംഭവം അല്ലേ? ജസീന വിചാരിച്ച ആ സംഭവം ദ നോബൽ ഗൈഡ് ശ്രീമതി ഭാഗ്യലക്ഷ്മി താങ്കൾ അംഗീകരിക്കുന്നു? തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത ഒരു സംഭവം തന്നെയാണ്. ജസീനയെ 6 തവണ വരെ സഹായിക്കാൻ തയ്യാറാണ് നിമ്മി? തയ്യാറാണ്. ആരംഭിക്കാം. ആരംഭിക്കാം. പിടിച്ച് കെട്ടും അല്ലേ? ജസീന വിചാരിച്ച ആ സംഭവം ഒരു നല്ല സംഭവമാണ്. അതെ. ആണ്. ആ സംഭവം നടന്നത് ഇന്ത്യയിലാണോ, നമ്മുടെ രാജ്യത്താണോ? അതെ. ആണ്. ആ സംഭവം നടന്നത് സൗത്ത് ഇന്ത്യയിലാണോ? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി ഈ പ്രദേശങ്ങളാണ് സൗത്ത് ഇന്ത്യ, ദക്ഷിണേന്ത്യ. അല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം ഇവയിലൊന്നുമായി ബന്ധപ്പെട്ടതാണോ ആ സംഭവം? ബന്ധപ്പെട്ടതാണ്. ആ സംഭവം ഒരു പൊളിറ്റിക്കൽ ഇൻസിഡന്റ് ആണോ? രാഷ്ട്രീയപരമായ ഒരു സംഭവമാണ്? അതെ. 1950 ശേഷമാണോ ആ സംഭവം നടന്നത്? അല്ല. അല്ല. 1940 ശേഷം? എന്താണ്? 1950 ശേഷം. She's right. അല്ല എന്നാണ് പറഞ്ഞത്. 1940 ശേഷം? അല്ല. അല്ല. 1900 ശേഷം? അല്ല. അല്ല. 1800 ശേഷം? അതെ. ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണോ? ഒരു വ്യക്തിയുടെ ജനനമോ വ്യക്തിയുടെ മരണമോ ആണോ ആ സംഭവം? അല്ല. അല്ല. 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ തമ്മിൽ 9 ചോദ്യങ്ങളുടെ അകലം മാത്രം. ആത്മവിശ്വാസം എങ്ങനെയുണ്ട്? 50-50. എന്താണ് നിമ്മി ജസീനയ്ക്ക് എത്ര ശതമാനം വിജയ സാധ്യത കാണുന്നു? 100%. എന്റെ 11ാമത്തെ ചോദ്യം. ജസീന, ആ സംഭവം നടന്നത് 1860 ശേഷമാണ്? അല്ല. അല്ല. ഇപ്പൊ എത്ര ശതമാനം? ജസീന 1856-നും 58-നും ഇടയ്ക്കാണോ ആ സംഭവം നടന്നത്? 1856-നും 58-നും ഇടയ്ക്കാണോ ആ സംഭവം നടന്നത്? അതെ. ഇപ്പൊ എത്ര ശതമാനം? ഒന്നും പറയുന്നില്ല. ആ സംഭവം ഒരു പുതിയ സ്വപ്നത്തിനു വേണ്ടിയുള്ള ആദ്യത്തെ ശ്രമമായിരുന്നു എന്ന് പറയാം അല്ലേ? ആ ശ്രമത്തിൽ
നാനാ സാഹിബും താൻറ്റിയ തോപ്പിയും കൻവർജിത് സിംഗും സീനത്ത് മഹലും പാവം ബഹദൂർ ഷാ സഫറും പിന്നെ മണികർണിക എന്ന ഝാൻസി റാണി ലക്ഷ്മിഭായിയും ഉൾപ്പെട്ടിരുന്നു. അതെ. ആ സംഭവം മീററ്റിലാണ് ആദ്യം ആരംഭിച്ചത്. പിന്നീട് രാജ്യാന്തരങ്ങളിൽ ഗ്രാമാന്തരങ്ങളിൽ ഒരു കൊടുങ്കാറ്റ് പോലെ അത് പടർന്നു കയറി. വർഷങ്ങൾക്ക് ശേഷം ആ സംഭവത്തിനെ ആദ്യമായി ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് നിർവചിച്ചത് വിനായക് ദാമോദർ സവർക്കർ എന്ന VD സവർക്കറാണ്. സോ ജസീനയുടെ മനസ്സിൽ വിചാരിച്ച, ജസീന ഒളിപ്പിച്ചു വെച്ച ആ സംഭവം ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച സിപ്പായി മ്യൂട്ടിനി അഥവാ ശിപ്പായി ലഹള ആണ് എന്ന് ഞാൻ കരുതുന്നു. Am I correct? Yes, correct. Sorry, don't worry, ജസീന. ഭാഗ്യം ഇക്കുറി ജസീനയെ തുണച്ചില്ല. 1857 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ശിപായി ലഹള എന്നാണ് ബ്രിട്ടീഷുകാർ ഈ സമരത്തെ വിളിച്ചിരുന്നത്. മഹാവിപ്ലവം, ഇന്ത്യൻ ലഹള, 1857 കലാപം എന്നിങ്ങനെ പല പേരുകളിലും ഈ കലാപം അറിയപ്പെടുന്നു. Well done, Jazina. Nimi, please. മർ റിയൽറ്റേഴ്സ് നൽകുന്ന 5000 രൂപയുടെ ക്യാഷ് അവാർഡും യശോപഹാരം. 50,000-ൽ നിന്നും ദൗർഭാഗ്യത്തിന്റെ പാമ്പ് ജസീനയെ വിഴുങ്ങിയപ്പോൾ 5000-ലേക്കാണ് എത്തിയത്. ലോക ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വിനോദം ഏത് എന്ന് അന്വേഷിച്ച എൻ്റെ മുന്നിലെത്തിയ ഉത്തരം സ്നേക്ക് ആൻഡ് ലാഡർ എന്നാണ്. സ്നേക്ക് ആൻഡ് ലാഡർ ആരംഭിച്ചതും നമ്മുടെ ഭാരതത്തിലാണ്, വേദകാലഘട്ടത്തിൽ. അന്ന് അതിൻ്റെ പേര് പക്ഷേ സ്നേക്ക് ആൻഡ് ലാഡർ എന്നായിരുന്നില്ല. അതൊരു മാർഗമാണ്, മോക്ഷം തേടാനുള്ള മാർഗം. അന്ന് അതിൻ്റെ പേര് മോക്ഷപഥം എന്നായിരുന്നു.